ശ്രീമൻ നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുല്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാധിയാ വാ ഭജതി ബദ ജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്यै നിശ്ശേഷാത്മാനമീനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. ദുർലഭ്യവസ്തുനി അപി, ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തുവാണെങ്കിലും ഏവം സുലഭതയാ ഹസ്തലബ്ധേ, ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ, അതായത് ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മമാണ് എന്ന് മുമ്പിലത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഗുരുവായൂരപ്പനെ എപ്പോഴും പോയി നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മം സുലഭമായിട്ട് ഇപ്പോൾ കയ്യിൽ കിട്ടുകയാണ്. ജന അന്യത് തന്വാ വാച, ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ ധിയാ വാ ബദ ഭജതി യത് ഇയം, ബുദ്ധി കൊണ്ടോ കഷ്ടം ആശ്രയിക്കുന്നു എന്നത് സ്ഫുട ക്ഷുദ്രത ഏവ, സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഇത്രയും ദുർലഭമായിട്ടുള്ള ബ്രഹ്മമെന്ന ആ വസ്തു ഇവിടെ ഗുരുവായൂരപ്പനായിട്ട് നിൽക്കുകയാണ്, നമുക്ക് കാണാൻ പാകത്തിന്. ബ്രഹ്മത്തെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മമാണ്, നമുക്കെപ്പോഴും കാണാം. അങ്ങനെയുള്ള ആ ഭഗവാനെ കാണാൻ പറ്റുന്നു. അപ്പോൾ സുലഭമായിട്ട് നമുക്ക് ഈ ബ്രഹ്മത്തെ കയ്യിലേക്ക് കിട്ടുകയാണ്. എന്നിട്ടും ആളുകൾ എന്തിനാണ് വേറെ വല്ലതിനെയും ഒക്കെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ ആശ്രയിക്കുന്നത്? അത് കൊള്ളരുതായ്മ തന്നെയാണ്. ഏതേ വയം തു താവത്, ഈ നാം ആകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസ്ഥൈര്യത്തോടെ, ഉറച്ച മനസ്സോടെ, വിശ്വപീഡാവഹത്യെ, സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട്, സമസ്ത ദുരിതങ്ങളും തീരുവാനായിട്ട്, നിശേഷാത്മാനം ഏനം, സർവാത്മാവായ ഈ ഗുരുപവനപുരാധീശം, ഈ ഗുരുവായൂരപ്പനെ ഏവ തന്നെ ആശ്രയാമ, ആശ്രയിച്ചു കൊള്ളുന്നു. നമുക്കിപ്പോൾ ഉറച്ച മനസ്സോടുകൂടി നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ടാൽ. അങ്ങനെയുള്ള സർവ്വതിൻ്റെയും ആത്മാവായിട്ട് ചൈതന്യമായിട്ട് നിൽക്കുന്ന ഈ ഗുരുവായൂരപ്പനെ തന്നെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാം. ഇങ്ങനെ കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒരു വസ്തു അതിസുലഭമായിട്ട് കയ്യിൽ വന്നു ചേർന്നിട്ടും ജനങ്ങൾ മറ്റു ദേവന്മാരെയൊക്കെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭജിക്കുന്നുണ്ടെങ്കിൽ അതിന് വിഡ്ഢിത്തമെന്നോ കൊള്ളരുതായ്മയെന്നോ മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇവിടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ് സാക്ഷാൽ ബ്രഹ്മമായിട്ട്. എന്നാലും നാം എല്ലാവരും ഉറച്ച മനസ്സോടുകൂടി ഒരു മടിയും കൂടാതെ ഗുരുവായൂരപ്പനെ
ഭജിക്കണം. സമസ്ത ദുരിതങ്ങൾക്കും ശമനം കിട്ടാൻ അതുമാത്രമാണ് ഒരേ ഒരു മാർഗം എന്നിവിടെ മേൽപ്പത്തൂര് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.